അങ്ങനെ ഇന്നും രാവിലെ നേരത്തെ തന്നെ പുള്ളിക്കാരെ ഉറക്കണീറ്റിരിക്കും. അത് ആരാ ചേച്ചി അത് എന്ന് ചോദിച്ചാൽ സൂര്യൻ. അങ്ങനെ രാവിലെ എണീക്കൊണ്ടാണല്ലോ പൈതങ്ങളെ നമുക്ക് രാവിലെ തന്നെ കണ്ണും ചിമ്മിക്കൊണ്ട് അടുക്കളയിൽ കയറി പണിയെടുക്കേണ്ടി വരുന്നത്. 2 ദിവസമായി സദ്യ കഴിപ്പും പായസം കുടിയുമായി ഞാൻ വളരെയധികം ക്ഷീണിതയായിരുന്നു. ശേഷം ഇന്ന് വീണ്ടും ഞാൻ യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് രാവിലെ നമുക്ക് ഞം കഴിക്കാൻ ഉരുളക്കിഴങ്ങ് കറിയും ചപ്പാത്തിയാണ്. ഇനി നിങ്ങൾ കാണുന്നതാണ് ചേച്ചിയുടെ സാഹസിക പ്രകടനം. മറിച്ചിടുന്ന സാധനം കാണാനില്ല. അബദ്ധമെന്നോ ഭാഗ്യവശാലോ ഇന്ന് ചായ തിളച്ചു തൂകാതെ എടുക്കാൻ പറ്റി. ശേഷം പാൽപാത്രത്തിന്റെ സ്ഥാനം അത് കുക്കറിനായി ഒഴിഞ്ഞു നൽകി. ചപ്പാത്തിക്കായിട്ട് ചാച്ചിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മഞ്ഞ കളർ കറിയാണ്. അയ്യോ ചേച്ചി അത് എന്നാ സാധനം? അതായത് പൈതങ്ങളെ നമ്മുടെ ബാജിക്കറി. ശേഷം നിങ്ങൾ കാണുന്നത് ചട്ടിയിൽ കടന്ന് വഴന്ന് വശം കെട്ട സവാളയിലേക്കും പച്ചമുളകിലേക്കും മൂട്ടിലിട്ട തീയുടെ ആഘാതത്തിൽ വെന്തുപുഴിഞ്ഞ ഉരുളക്കിഴങ്ങിന്റെ വരവാണ്. സബാഷ്, അങ്ങനെ നമ്മുടെ പൊളപ്പം ബാജിക്കറി തയ്യാർ. സൂര്യൻ മുത്തം നൽകിയ നമ്മുടെ ബാജിക്കറിയും ചപ്പാത്തിയും കണ്ടോ? ഇന്ന് എന്റെ പുത്രന്മാർക്ക് ഓണപരീക്ഷയുടെ പ്രാരംഭ ദിവസമാണ്. അതിന്റെ അസ്കിത ആ മുഖത്ത് ധാരാളം കാണാനുമുണ്ട്. ശേഷം വിജയിച്ചു വാ മകനെ എന്ന് ആശംസിച്ചുകൊണ്ട് മുത്തുകവും കൊടുത്ത് ഞാൻ അവനെ യാത്രയാക്കി. ശേഷം നിങ്ങൾ കാണുന്നത് എവിടെന്നോ ഓസിന് കിട്ടിയ ഒരു കഷ്ണം ചക്ക നാട്ടിൽ മൊത്തം ദാനം കൊടുക്കാൻ നടക്കുന്ന എന്റെ അമ്മയാണ്. പിന്നെ ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ, ഉള്ളം കാലോട്ട് ഉച്ചതല വരെ വേദനയാണെന്ന് പറഞ്ഞു നടക്കുന്ന എന്റെ മാതാവിന് ചക്ക, മാങ്ങ, തേങ്ങ, കമ്പ്, വിറവ്, മടല് ഈ വക സാധനങ്ങൾ കാണുമ്പോൾ മാത്രം ഇവിടെ നില്ലാത്തൊരു ഊർജ്ജസ്വലതയാണ്. ഇനി നമുക്ക് ഉച്ചക്കത്തേക്കുള്ള മെനുകൾ ഓരോന്നായി റെഡിയാക്കാം. ഇന്നത്തെ തീരുമാനപ്രകാരം ഞമ്മനെ തീയല്, അവിയല്, മീൻകറി, മീൻ വറുത്തത് ഇതാണ്. പിന്നീട് അച്ചാണം പുച്ചാണം പണികളായിരുന്നു. നോം തീയലിനുള്ള തേങ്ങ വറുത്തു. അപ്പോഴേക്കും മമ്മീജി മീനിനുള്ള മല്ലിമുളകും വറുത്തെടുത്തു. ശേഷം പൊടികളുടെ വരവായിരുന്നു. മിളകിന്റെ പൊടി, മല്ലിന്റെ പൊടി, പിന്നെ മഞ്ഞളിന്റെ പൊടി. പിന്നെ ഈ കാണുന്നത് അമ്മയ്ക്ക് കിട്ടിയ ആ ചക്കയുടെ പങ്കാണേ. ശേഷം സൂര്യൻ ഉച്ചയിലെത്താറായി എന്നറിഞ്ഞുകൊണ്ട് മാതാവ് മീൻ വെട്ടാമെന്നായി. അങ്ങനെ ഇന്ന് നമുക്ക് വെട്ടാൻ കിട്ടിയ സാധനമാണ് ക്ലാത്തി. ഈ സംഭവം തിന്നാൻ നല്ല അടിപൊളി ടേസ്റ്റ് ആണെങ്കിൽ ഇതിന് തൊലിയിരിക്കാൻ ഭയങ്കര പാടാണ്. അങ്ങനെ മമ്മീജിയുടെ ക്ലാത്തി വെട്ടലിന് ശേഷം ഞാൻ ഇറങ്ങി ചളയുമായി. ഇന്നത്തെ പ്ലാൻ അനുസരിച്ച് ക്ലാത്തി കറി വയ്ക്കാനും ചാള പൊരിക്കാനുമാണ്. അങ്ങനെ വെട്ടി വലിയ ചാളയെ ഇനി നമുക്ക് മസാലയിൽ പുതപ്പിച്ച് കിടത്താം. അങ്ങനെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കറിവേപ്പില, എണ്ണ ഇത്രയും കൂടെ ഇട്ട് നമ്മുടെ മീനിനെ വിരകിയെടുത്തു. ശേഷം ബാക്കി വന്നതിൽ കുറച്ച് ചാള, മഞ്ഞപ്പൊടി, ഉപ്പും ഇട്ട് പ്രത്യേകം വേവിക്കാൻ വെച്ചു. ഇത് എൻ്റെ ഡാനിക്കുട്ടനും ടിങ്കുനുമാണ്. പിന്നീട് വറക്കലിൻ്റെ സമയമാണ്. മസാലയിൽ കുളിച്ചിരുന്ന ചാളകളെ ഓരോന്നിനെയായി ഞാൻ നിഷ്കരണം എണ്ണയിലേക്ക് ഇട്ടു. അങ്ങനെ മീൻ നല്ല മുരുമുരാന്ന് മുരിഞ്ഞു വന്നപ്പോൾ നമ്മുടെ ഇന്നത്തെ പണികൾ തീർന്നു. ഇപ്പോൾ നിങ്ങൾക്കൊരു കൊതി വന്നില്ലേ? അപ്പോൾ ശുഭം.